ഇവിടെ രാജീവ് ചന്ദ്രശേഖർ തരൂരിന് ഏറ്റവും ശക്തനായ എതിരാളി എന്ന നിലയിലാണ് ബിജെപി രാജീവ് ചന്ദ്രശേഖരനെ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രചരണ രംഗത്ത് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. അത്ര ആത്മാർത്ഥമായ പ്രചരണം ബിജെപി ക്യാമ്പിൽ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തരൂരിന് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന രാഷ്ട്രീയത്തിനപ്പുറമുള്ള വോട്ടുകൾ ഭിന്നിക്കപ്പെടുമോ, അത് തരൂരിന് കിട്ടുമോ, ഭിന്നിക്കപ്പെടുമോ, എന്തായിരിക്കും ഈ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്? സ്വാഭാവികമായും തിരുവനന്തപുരം BJP ഒരു വലിയ ഒരു പ്രൈം കോൺസ്റ്റിറ്റ്യുവൻസി എന്ന നിലയിൽ തന്നെയാണ് ആദ്യം എടുത്തിരുന്നത്. അപ്പോൾ നമുക്കറിയായിരുന്നു നിർമ്മല സീതാരാമൻ വരുന്നു എന്ന വാക്കുകളുണ്ടായിരുന്നു, ജയശങ്കർ വരുന്നു. അങ്ങനെയാണ് സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖർ അങ്ങോട്ടൊരു ആവശ്യം എന്ന നിലയിൽ വെച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഇവിടുത്തെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന്. അതിനെ തുടർന്ന് വലിയൊരു പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് തിരുവനന്തപുരത്ത് BJP അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിൽ ഡോക്ടർ ജയശങ്കർ വന്നു. പിന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണകളും പ്രഖ്യാപിക്കുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞു. ശോഭന വരുന്നു. അങ്ങനെ BJPയുടെ ഒരു പ്രചരണ പരിപാടികളിലൊക്കെ ആ ഒരു കരുത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു. മാത്രമല്ല, ഇപ്പം നമുക്ക് ഒരു തമാശയായിട്ട് പറയുകയാണെങ്കിൽ BJP നേതാക്കൾ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ അവർ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ക്ഷീണം അവരുടെ മുഖത്ത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. പലരും വെയിലുകൊണ്ട് അവരുടെ മുഖത്തുള്ള ആ ഒരു ക്ഷീണം, തിളക്കമൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. അപ്പം സ്വാഭാവികമായും അവർ വലിയ ഹാർഡ് വർക്ക് നടത്തുന്നുണ്ട്. BJPക്ക് ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ അവർക്ക് BJPയോട് ഐത്തമില്ലാത്ത കുറേ വോട്ടുകളുണ്ട്. പക്ഷെ അത് കാൻഡിഡേറ്റ് കൂടി ആ തരത്തിൽ ഒരു വിന്നബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്. ഇവിടെ ദാൻ ചൂണ്ടിക്കാട്ടിയ കാര്യം, തരൂരിന് വേണ്ടി ലഭിക്കുന്ന കുറേ അധികം വോട്ടുകളുണ്ട്. തിരുവനന്തപുരം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഒരു പരിഷത്ത് എന്ന് പറയാം. പല വിഭാഗത്തിലുള്ള പല നാടുകളിൽ നിന്ന് വരുന്നവർ അധിവസിക്കുന്ന ഒരിടം കൂടിയാണ് തിരുവനന്തപുരം. അവിടെ ആ വോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ BJP നിർത്തിയിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ തരൂരിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട്, സ്ത്രീ വോട്ടുകളായാലും മറ്റ് സമുദായങ്ങളുടെ വോട്ടുകളായാലും തരൂരിന്റെ ഒരു പ്രതിച്ഛായക്ക് കിട്ടുന്ന വോട്ടുകളായാലും പൂർണ്ണമായും ഇക്കുറി കിട്ടുമോ? അത് ഭിന്നിപ്പിക്കാൻ BJP ക്യാൻഡിഡേറ്റിനാകുമോ? അല്ല, അത് BJPയുടെ ഒരു ക്യാമ്പിനകത്തുള്ള ഒരു പ്രതീക്ഷ ഇടത് സ്ഥാനാർത്ഥി കുറേ വോട്ടുകൾ ഭിന്നിപ്പിക്കും എന്നതാണ്. അപ്പം അങ്ങനെ സ്വാഭാവികമായും തരൂർ ഇത്രയും ലോങ് ടേമായി അദ്ദേഹം ഇവിടുത്തെ ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും. സ്വാഭാവികം ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടാകും. അത് ഒരുപക്ഷെ പന്നിയന് അനുകൂലം. ഇപ്പം എന്താ ബെനറ്റ് എബ്രഹാം മത്സരിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ അവരുടെ ഒരു കാൽക്കുലേഷനാണ്. ബെനറ്റ് എബ്രഹാം മത്സരിക്കും, സി ദിവാറിനേക്കാളൊക്കെ കുറേ കൂടി കരുത്തുറ്റ ഒരാളാണ് പന്നിയൻ. അദ്ദേഹത്തിന് ഒരു ക്ലീൻ പൊളിറ്റിക്കൽ ഇമേജ് ഉണ്ട്. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്കുള്ള ആളുകളുടെ വോട്ട് അദ്ദേഹത്തിന് പിടിക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരം, നമ്മൾ തമാശയായിട്ടൊക്കെ ആളുകൾ പറയുന്നുണ്ട്, തിരുവനന്തപുരത്ത് ഒരു നായരും ആറ്റിങ്ങിൽ ഒരു ഈഴവനുമാണ് എപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാമെന്ന്. അപ്പോൾ സ്വാഭാവികമായ ഒരു വലിയൊരു എലീറ്റ് അപ്പർ ക്ലാസിൻ്റെ വോട്ടുകൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. അവർക്ക് ഇങ്ങനെ വലിയ പ്രതിഭാശാലിയായ ഒരു ശശി തരൂർ എന്ന് പറയുമ്പോൾ ഒരു അപ്പർ ക്ലാസിന്റെ വോട്ടുകൾ നിർണായകമെന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ദിനം നമ്മൾ ആലോചിച്ചാൽ പിന്നിട്ട് നിൽക്കുകയായിരുന്നു തരൂർ. അതിനുശേഷം കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിനെ തുണച്ച 3 മണ്ഡലങ്ങൾ കോവളം, ഒപ്പം തന്നെ നെയ്യാറ്റിൻകര, പാറശാല എണ്ണുമ്പോൾ മാത്രം തരൂരിന് ലീഡ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോസ്റ്റൽ ബെൽറ്റ് ആണ് ആ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടന്ന 2014-ലും 2019-ലും. മൈനോറിറ്റീസിനിടയിൽ ശശി തരൂരിന് വലിയ സ്ട്രെങ്ത് ഉണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അടിത്തറ അതാണ്. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം ആ വോട്ടുകൾ ഇത്തവണ മാറി ചെയ്യുമോ എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ അത് വലിയ ഒരു നേട്ടം രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാക്കാൻ കഴിയും. അതേസമയം ഇപ്പോൾ കാട്ടാക്കടയിൽ ആ പ്രശ്നമില്ല, ഇപ്പോൾ നേമത്ത് ആ പ്രശ്നമില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ആ പ്രശ്നമില്ല. അപ്പോൾ BJPക്ക് അവിടെയെല്ലാം വലിയ കരുത്തുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാലോ 50,000-ഓളം വോട്ടുകൾ നേടിയിട്ടുള്ള അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളാണ്. എന്ന് വെച്ചാൽ ഈ വോട്ടിൻ്റെ അടുത്തിൽ. അപ്പോൾ അതിലേറ്റവും വലിയ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞ മണ്ഡലങ്ങളിൽ നിന്ന് അവർക്ക് ആ നേട്ടം ഉണ്ടാക്കാൻ തീർച്ചയായും. എന്തായാലും തീരമേഖലയിലെ വോട്ട് വളരെ പ്രധാനമാണ്. അവിടെ തരൂരിന് ക്ഷതമേൽപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ കുറവ് വരുത്തുക എന്നത് BJP ലക്ഷ്യം. അതെ, ഇപ്പൊ തരൂരിനെതിരെ അദ്ദേഹം നോട്ടീസ് അയച്ചു. അപ്പൊ അങ്ങനെ ഒരു തർക്കമൊക്കെ ഉണ്ട്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് ചെയ്തിരിക്കുകയാണ് തരൂർ. അതെ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പണം നൽകിയെന്നൊക്കെയുള്ള ആരോപണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കങ്ങളും ഒക്കെ വന്നു. എന്തായാലും തീരമേഖല കേന്ദ്രീകരിച്ചായിരുന്നു BJPയുടെ പ്രധാന പ്രചരണം ഇത്തവണ നടന്നത്. അത് ഫലം കാണുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ വോട്ട് വിഹിതം എങ്ങോട്ടൊക്കെ പോയി എന്നത് കാണുമ്പോൾ മാത്രമായിരിക്കും മനസ്സിലാകുക. ഇവിടെ